സത്യപ്രതിജ്ഞാവേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിങ്ങനെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇരിക്കുമ്പോൾ ഈ നാട്ടിലെ സാംസ്കാരിക രാഷ്ട്രീയ ബോധ്യമുള്ളവർ പോലും വലിയ രീതിയിലുള്ള ചിന്തകളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ ജനീഷ് കുമാറിനെ രാഹുൽ ഗാന്ധി തന്നെ ഇടപെട്ടിട്ടാണ് മന്ത്രിസ്ഥാനം കൊടുത്തത് എന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞത് ഈ നാട് കേട്ടിട്ട് മണിക്കൂറുകൾ മാത്രമേ ആവുന്നുള്ളൂ. ജനീഷ് കുമാറിന് മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തത് സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചതും നടപ്പിലാക്കിയതുമെന്നും ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. യുവാക്കൾക്ക് എന്താണ് കോൺഗ്രസ് വെച്ച് പുലർത്തുന്ന ദിശാബോധമെന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞു വെക്കുക കൂടിയായിരുന്നു അവിടെ എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള മാന്യതയോ നീതിയോ കാണിക്കാതെ ഇന്ന് വരെ തനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് വാ തുറന്ന് താനല്ല അത് ചെയ്തത് എന്നൊരിടത്തു പോലും പറയാൻ മുതിരാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഈ രാഷ്ട്രീയ മനസാക്ഷിക്ക് മുമ്പിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പിൻഗാമിയായി വന്ന ജനീഷ് കുമാർ ഇന്ന് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ കൊടുങ്ങല്ലൂരിന്റെ MLA ആയി ഇപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു യുവാവ് എന്തുമാത്രം അധപ്പതിച്ചു പോകാം, എങ്ങനെ മുന്നോട്ട് കയറി വരണം, ഈ രണ്ടു പേരും എക്സ്ട്രീം ലെവലിൽ നാടിന് ചിന്തിക്കാനുള്ള വക നൽകുന്നു എന്നുള്ളതാണ്. യുവാക്കൾക്കുള്ള ഒരു സന്തോഷമായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ് ജനീഷ് കുമാറിന്റെ മന്ത്രിപദം എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നതോ ഇടേണ്ടിടത്ത് മുഴുവൻ പോസ്റ്റ് ഇട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസിനൊപ്പം. പിണറായിക്കെതിരെ ഇപ്പോഴും പോസ്റ്റ് ഇടുന്നു. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ആരോ കാത്തിരിക്കുന്ന പോലെ. കഴിഞ്ഞ ദിവസം VD സതീശൻ ഇന്നോട് ചേർന്ന് ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ സർക്കാർ, വലിയ രീതിയിൽ വെയിലത്ത് നിന്ന് ജനത്തിനൊപ്പം നിൽക്കുന്ന സർക്കാർ, ഇനി VD കാലം എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകളോ ഇദ്ദേഹം മുന്നോട്ട് വരണമോ എന്നുള്ളത്. ചില രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസുകാരല്ലാതെ രാഷ്ട്രീയ സാംസ്കാരിക ബോധ്യമുള്ള ആരും അതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും കോൺഗ്രസുകാരുടെ മേൽ ഒട്ടിച്ചേർന്ന പ്രസ്ഥാനത്തിന് ഇപ്പോഴും പഴി കേൾപ്പിക്കാനുള്ള ഒരു മാന്യദേഹമായി മാത്രം മാറുന്നു എന്നുള്ളതാണ്. രാഹുലിനെ ഏതെങ്കിലും രീതിയിൽ ഈ പാർട്ടിയിലേക്ക് കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തു കൂടിയാണ് CPM. നിങ്ങൾ ഓർത്തു വെച്ചോ, CPM ഈ നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കും. കാരണം കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് നിന്ന അതിജീവിതമാർക്ക് ഒരു ആൻസർ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് വരെ അവരുടെ മുഖത്തു നോക്കി അവർ പറഞ്ഞ പ്രസ്താവനകൾക്ക്, സ്റ്റേറ്റ്മെന്റുകൾക്ക്, ആരോപണങ്ങൾക്കെതിരെ ഞാനല്ല ചെയ്തത്, അത് ഏതെങ്കിലും രീതിയിൽ ടെക്നിക്കലി ഉണ്ടാക്കിയെടുത്ത വോയിസ് ആണെന്ന് പോലും പറയാതെ കോടതി പോലും പറഞ്ഞതെന്താ, ഉഭയകക്ഷി സമ്മതത്തോടെയെന്ന്. ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ, ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ തെറ്റുകളാണ് പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുക, അതിനുശേഷം ഗർഭിണിയാക്കി അവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളതാണ്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് എടുത്താൽ എത്ര വർഷം കഴിഞ്ഞ്, എത്ര ദശാബ്ദം കഴിഞ്ഞാണെങ്കിലും ഇനി അദ്ദേഹത്തെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും ഞങ്ങൾ എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എന്ന് CPM-ഉം LDF-ഉം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ സമീപകാലത്ത് ഗണേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് അറപ്പുളവാക്കുന്ന വർത്താന രാഹുൽ പറഞ്ഞേ. എന്താ പറഞ്ഞേ? സ്ത്രീകൾക്ക് വലിയ രീതിയിൽ നീതി കിട്ടണം, സ്ത്രീകൾക്കെതിരെ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അതിനെതിരെ ആക്ഷൻ വേണം എന്ന് പറയുമ്പോൾ നാക്കിൽ, മനസ്സിൽ, മുഖത്ത് ഒരു ഉളുപ്പ് വേണ്ടേ രാഹുലെ എന്ന് ചർച്ച ചെയ്യാത്ത മുഖ്യധാര സോഷ്യൽ മീഡിയ മാധ്യമങ്ങളില്ല. എവിടെയെല്ലാം ചർച്ച ചെയ്യാവോ? കാണ്ടാമൃഗം തോറ്റുപോകുമെന്നത് വെറും ഒരു പറച്ചിലായി നമ്മൾ പറയലുണ്ട്. പക്ഷെ രാഹുലിന്റെ വിഷയത്തിൽ അതുപോലുമല്ല. സാക്ഷാൽ കാണ്ടാമൃഗത്തിന്റെ തൊലി, രാഹുലിന്റെ തൊലിയുടെ കട്ടിയേക്കാൾ 10% മാത്രമേ കാണ്ടാമൃഗത്തിന് വരികയുള്ളൂ എന്നുള്ള പോസ്റ്റുകളും കമന്റുകളും ഒക്കെ സോഷ്യൽ സൈബറിടങ്ങളിൽ നിറഞ്ഞതും ആ സമയത്ത് നമ്മൾ കണ്ടുപോയതാ. കഴിഞ്ഞ കാലത്തെ മറച്ചു വെച്ച്, പാസ്റ്റിനെ മറന്ന് പെട്ടെന്ന് വന്ന് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ, പ്രസ്താവനകൾ ഇറക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സ്വഭാവമായി മാറുന്നു എന്നുള്ളതാണ്.